എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ചെറിയൊരു മോഹം, ഒരു മലയാള സിനിമ കണ്ടാലോ എന്ന്. അങ്ങനെ ഒരു മലയാള സിനിമ കണ്ടു നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് നമ്മളെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിട്ടുണ്ട് OTT എന്ന് അറിഞ്ഞത്. എന്തായാലും തിയേറ്ററിലൊന്നും പോയി കണ്ടില്ല ആ സിനിമ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് OTT വന്നപ്പോൾ എന്തായാലും കാണണമല്ലോ. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ്റെ ഫിലിമാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നമ്മുടെ നിവിൻ പോളി പിന്നെ അങ്ങനെ പലരും നല്ല നല്ല ആക്ടേഴ്സൊക്കെ ഉള്ളൊരു സിനിമയായതുകൊണ്ട് എന്തായാലും കണ്ടു കളയാം എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് കണ്ടു നോക്കി. എൻ്റെ മോനെ, മിന്നൽ മുരളി പോലെ ഒരു മുങ്ങൽ മുരളി എന്ന് പറഞ്ഞ പോലെ ഈ സിനിമ. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഒരു വല്ലാത്തൊരു വെറുപ്പിക്കൽ ഫീലിംഗ് ആയിരുന്നു സിനിമ. എന്താ പറഞ്ഞോ, ഒരു ഡയലോഗൊക്കെ ഭയങ്കര ഭയങ്കര നാടകീയതയും അങ്ങനെ ഒരു സംഭവം ഒരു പഴയ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ആദ്യം കാണിക്കുന്നെങ്കിലും എന്നാൽ പോലും ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഒരു ഡ്രമാറ്റിക് ആയിട്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറേ വള്ളിപ്പ് കോമഡികൾ, പ്രത്യേകിച്ച് ഈ പ്രണവിൻ്റെ ക്യാരക്ടറായിട്ടുള്ള മുരളി വെള്ളമടിച്ചിട്ട് സംസാരിക്കുന്ന വഞ്ചിയിൽ പോകുമ്പോഴൊക്കെ പറയുന്ന കുറേ കോമിക്സ് വിറ്റുകൾ. ഷേട്ട് അബ്സല്യൂട്ട്ലി എന്താ പറയുക, കൂതറ അല്ലെങ്കിൽ തല്ലിപ്പൊളി അല്ലെങ്കിൽ വൃത്തികെട്ടത് അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. ഈ നമ്മൾ പലരും അല്ലേ, നമ്മളെ കാര്യം വിട്. ഈ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, പുള്ളി ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളും സിനിമകളും, പുള്ളി ആക്ട് ചെയ്ത സിനിമകളും, പുള്ളി സംവിധാനം ചെയ്ത സിനിമകളും, പുള്ളി പാടിയ പാട്ടുകളും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഈ സിനിമ കാണുമ്പോൾ എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഇത് എന്തിനാണിത് എടുത്തതെന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. ഈ സിനിമ എന്തിനാണത്? ഞാൻ അത്യാവശ്യം കുറേ കൂതറയുള്ള സിനിമകൾ ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ രസിപ്പിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഇത്രയും ബോറൊന്നും അവൻ്റെ മറ്റുള്ള സിനിമകളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരുമാതിരി ബോറൻ സിനിമ. അതും ധ്യാനിനൊക്കെ അങ്ങോട്ട് വെറുപ്പിച്ച് കളഞ്ഞിരിക്കുക ക്യാരക്ടർ. വെറുതെ കുറെ സെന്റി അടിക്കുന്ന ധ്യാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും മുങ്ങുന്ന ഒരു അടുത്ത നായകൻ. പിന്നെ പുള്ളി വർഷങ്ങൾക്ക് ശേഷമാണ്. ആ ഒരു കാര്യത്തിൽ ഈ പടത്തിന്റെ പേര് ആപ്റ്റാണ്. പുള്ളി മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ പൊന്തുള്ളൂ. മാസങ്ങളും തോന്നില്ല, കുറേ വർഷം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പൊന്തുള്ളൂ. അതും അയാളെ ട്രാൻസ്ഫോർമേഷൻ, ആദ്യം കുറെ ചുരുണ്ട മുടി, അതൊക്കെ കുഴപ്പമില്ലായിരുന്നു, ജുബയൊക്കെ ഇട്ട് കിടക്കുന്ന അതൊക്കെ നല്ലായിരുന്നു. ആ സമയത്ത് പ്രിയദർശൻ, മറ്റേ നമ്മളെ കല്യാണി പ്രിയദർശനായിട്ടുള്ള ഒരു പ്രണയരംഗങ്ങളൊക്കെ മൈ ഗോഡ്, എന്തൊരു അലമ്പാന്നറിയാം. ഒരു ഇതിലും അത് മാച്ച് ആവുന്നില്ല. എന്താണ് ഭയങ്കര പോറ്. നമ്മൾ ഹൃദയത്തിലൊക്കെ കണ്ട് ആ ഒരു കപ്പിൾസ്, ആ ഒരു കപ്പിൾസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഈ പറയില്ല, അവർ തമ്മിലുള്ള ഒരു ബന്ധം, അത് തമ്മിലുള്ള കെമിസ്ട്രി, ഇതൊക്കെ ഭയങ്കര ഒരു രസകരമായിരുന്നു. പക്ഷെ ഇതിലെന്തോ ഒന്ന് പരിപാടി. ഞാൻ സത്യം പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുന്നത്. ഈ അശ്വന്ത് ഗോക്കിൻ്റെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ റിവ്യൂ ഒക്കെ അതിലൊക്കെ പറയുന്നത് വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് കണ്ടിരിക്കാ ഭായി, ഇത് അത്യാവശ്യം നല്ല മൂവിയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണോ നല്ല മൂവി? ശരിക്കും ഞാൻ പറയുന്നത് ഒരു വൃത്തികെട്ട മൂവിയായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണാറുണ്ട് ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പാട്ട്, ആ പാട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ സോളം എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു പാട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു ഫീലിങ്ങും വരില്ല എന്നുള്ള ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമായിട്ടും എനിക്ക് ആ പാട്ട് കേട്ടിട്ട് പിന്നീടൊന്ന് മൂളാൻ പോലെ തോന്നിയില്ല ആ പാട്ട് കേട്ടിട്ട്. ഇനി ഈ പാട്ട് കേട്ടിട്ടാണ് മറ്റുള്ളവർ ആ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്, മറ്റേതാണ്, ഈ പാട്ട് ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല, പിടിച്ചുലയ്ക്കുന്നു, ഇത് മറ്റേതാണോ, മറ്റേ ഫീലിംഗ് ഇതാക്കും. എന്തൊട്ട് ആണ് ഇത്? ഇങ്ങനെയൊക്കെ ഒരു പാട്ട്, അത് അങ്ങനെയാണ് പാട്ട് ആ പാട്ടാണ് അതിൻ്റെ ഒരു മെയിൻ സോളെങ്കിൽ അങ്ങനെ അത്രയും നല്ലൊരു പാട്ട് അവരുണ്ടാക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ ഹൃദയത്തിലൊക്കെ എന്ത് നല്ല കിടിലം പാട്ടുകൾ ഉണ്ടെന്നു. അതിൽ നിന്നുണ്ടാക്കി ഏതെങ്കിലും ഒരു സോങ് കോപ്പി അടിച്ചിട്ട് ഇതിലിട്ടാൽ മതിയായിരുന്നു. പക്ഷേ
എന്നിട്ട് ആ പാട്ടിനെ ചൊല്ലി കുറേ കുറേ സീനുകൾ അതിനെ ചൊല്ലി മാത്രം ഈ പാട്ടിനെ ഇങ്ങനെ പുകഴ്ത്തി കാണിക്കാൻ. ചായ കുടിക്കുമ്പോൾ നൊസ്റ്റാൾജിയ വരുന്നു, മൂത്രമൊഴിക്കുമ്പോൾ നൊസ്റ്റാൾജിയ വരുന്നു, സിഗരറ്റ് വലിക്കുമ്പോൾ നൊസ്റ്റാൾജിയ വരുന്നു, തൂറുമ്പോൾ നൊസ്റ്റാൾജിയ വരുന്നു. എൻ്റെ പൊന്നോ, ഇനി നൊസ്റ്റാൾജിയ അല്ലാത്തൊരു സ്ഥലമല്ല അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് കോംബോ എനിക്ക് തോന്നുന്നില്ല അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല അതിലൊരു കോമ്പിനേഷൻ തന്നെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ നിവിൻ പോളിയും നമ്മളെ മറ്റേ അതിൽ തന്നെയുള്ള തടിച്ച പഹനുണ്ടല്ലോ, അവൻ്റെ പേര് അജു വർഗീസൊക്കെ ഉള്ള കോംബോ, അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കോംബോ. പക്ഷേ അതേ സമയത്ത് ധ്യാനും ഈ പ്രണവും തമ്മിലുള്ള കോംബോ എന്ന് പറയുമ്പോൾ ഒരു മാച്ചും വരുന്നില്ല അതിൽ. ഡസൻ മേക്ക് എനി സെൻസ്. പിന്നെ എല്ലാം എനിക്ക് തോന്നുന്നത് കൂടുതൽ പബ്ലിസിറ്റിയിൽ ഇത് എന്താണ് ഈ പ്രണവ് അതാണ്, പ്രണവ് ഇതാണ്, പ്രണവ് അങ്ങനെ അതേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പബ്ലിസിറ്റി ചെയ്തിട്ട് പക്ഷേ പടം സിനിമ കാണുമ്പോൾ ഒരു മാങ്ങത്തൊലിയില്ല അതിൽ. പിന്നെ ഇതിൽ പ്രണവിൻ്റെ കുറേ ഞാനിതിൻ്റെ ഒരു പ്രൊമോ വന്നപ്പോൾ പറഞ്ഞു, ഇതിലും നമ്മൾ കാണാത്ത മൂന്നാമത്തെ ഒരു പ്രണവിൻ്റെ ഒരു മേക്ക് ഓവർ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു പേടയാണ് പേട. അതാണ് ലാസ്റ്റിൽ കാണിക്കുന്നത്. കുറേ മുടിയൊക്കെ വളർത്തി മറ്റേ എന്താ പറയുക ഈ ഹിപ്പികളെ പോലെ നടക്കുന്നൊരു സീനില്ല എൻ്റെ പൊന്നു. അത് കണ്ടപ്പോൾ മറ്റേ ഈ പണ്ട് ബോബനും മോളിനൊക്കെ ഒരു ഹിപ്പിയോ ലോലനോ അങ്ങനെ പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ലേ, മുടിയൊക്കെ കെട്ടി വളർത്തി താടിയൊക്കെ വളർത്തി, അത് ആ ക്യാരക്ടറാണ് ശരിക്കും ഓർമ്മ വരുന്നത്. മൈ ഗോഡ്, ഇതൊക്കെയാണ് മേക്ക് ഓവർ. പോളിയുടെ ആ ക്യാരക്ടർ വരുമ്പോൾ, പിന്നെ അജു വർഗീസിൻ്റെ ക്യാരക്ടർ തിരിച്ചു വരുമ്പോൾ, പിന്നെ നമ്മളെ നീരജ് മാധവൻ്റെ ക്യാരക്ടർ വരും. അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് സംഭവങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും രസമാണ്. പ്രത്യേകിച്ച് നീരജ് മാധവൻ വന്നപ്പോൾ ആ ഒരു വലിയ പണക്കാരൻ വരുന്നതും പിന്നെ ആ ചെറിയ കുറച്ച് എന്താ പൊടി തമാശ. പക്ഷെ അതൊരു എന്താ പറയുക ഒരു വലിയ ഓർത്തിരിക്കാൻ പറ്റുന്ന തമാശകളൊന്നുമല്ല. ഇനി പറഞ്ഞ പോലെ അവനെ സ്വർണ്ണ കേസിൽ പൊക്കിക്കൊണ്ടുവന്നതും അതൊക്കെ രസമായിരുന്നു. അതുപോലെ തന്നെ അജു വർഗീസ് സെക്കൻഡ് ടൈം എൻ്റെ മകനായിട്ട് തിരിച്ചു വരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു അജു വർഗീസിനെ കാണിച്ചിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വരുന്നുണ്ടല്ലോ, അത് ഒരു ആ ക്യാരക്ടറിൻ്റെ മോനായിട്ട് തന്നെ, അതൊക്കെ രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിവിൻ പോളി വന്നപ്പോൾ ആ സമയത്ത് എന്താ പറയുക ഒരു ചെറിയ ഉണർവുണ്ടായി സിനിമയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ ഡയലോഗ് അടിച്ചുകൊണ്ടല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോട്ടിസം തേങ്ങമായ എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല അത്. പക്ഷേ നിവിൻ പോളി പിന്നെ ഈ ആ സിനിമ അഭിനയിക്കുമ്പോൾ, ആ സിനിമയിലൊരു സിനിമ നടനായിട്ടാണ് അഭിനയിക്കുന്നത്. ആ അഭിനയിക്കുന്ന രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഉള്ള നിവിൻ പോളിയുടെ കുറേ മുഖത്തെ എക്സ്പ്രഷനും വ്യത്യാസങ്ങളും അതൊക്കെ രസമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ആ പെണ്ണിൻ്റെ ലൈൻ അടിക്കാൻ പോകുന്നതൊക്കെ അതൊക്കെ വളരെ നിവിൻ പോളിയുടെ ക്യാരക്ടർ ക്ലിയർ ആയിട്ട് ചെയ്തതെന്ന് എനിക്ക് എല്ലാവരും പറഞ്ഞു, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ ആ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് സ്റ്റേജിൽ വന്നിട്ട്, അതൊക്കെ ഭയങ്കര ചളിയായിരുന്നു. ഈ സ്റ്റേജിൽ വന്നിട്ട് മറ്റേ തെണ്ടികളെ പട്ടികളെ എന്നൊക്കെ പറഞ്ഞ പിന്നെ ആർത്തലയ്ക്കുന്നു, അതൊക്കെ ഭയങ്കര എന്തോ ഒരു ആരെയാണ് അവർ കാണിക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാച്ചാൽ. ഈ കുറേ വ്ളോഗേഴ്സിന് അങ്ങനെ കാണിക്കാറുണ്ട്. ഇവിടെ ഈ ബിഗ് ബോസിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടല്ലോ, അതൊക്കെയാണ് ഇനി അവർ കാണിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിൽ കുറേ റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്. മറ്റേ ചെകുത്താനെ പിടിച്ചിട്ട് എന്താ ഈ ബിലീസോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാണിക്കാൻ കുറേ ഇതിലും വേദം നമ്മൾ ആറാട്ടെണ്ണൊക്കെ പിടിച്ച് ഇടുന്നതായിരുന്നു. വെറുതെ ചുമ്മാ വേറെ ഒരു ക്യാരക്ടറായിട്ട് ഇട്ടുന്നില്ലെങ്കിലും പുള്ളിയായിട്ട് തന്നെ ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ രസം ഉണ്ടായാലും മൊത്തത്തിലൊരു എന്തോ ഒരു ഫേക്ക്നെസ് ഉണ്ട് ഈ പടത്തിൽ മൊത്തം. ആകെ കൂടി ഒരു ഫേക്ക്നെസ്സും പിന്നെ ഒരു വല്ലാത്തൊരു എന്താ പറയുക കുറേ ഇപ്പോൾ നമ്മൾ ഈ പഴയ മൂവീസ് കാണുമ്പോണ്ട് നമ്മളെ ഒരു ഓൾഡ് ആ സമയത്ത് നടന്ന കുറേ മൂവീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്നും എൻ്റെ മൊയ്തീൻ, എന്നും നിൻ്റെ മൊയ്തീൻ എൻ്റെ മൊയ്തീൻ, അതിലൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ഡയലോഗും ആ ഒരു മ്യൂസിക്കും അതൊക്കെ വെച്ച് വരുമ്പോൾ നമുക്കൊരു ആ സമയത്തേക്ക് നമ്മളങ്ങനെ എടുത്തു കൊണ്ടുപോകും. ഇത് പിന്നെ നമ്മളെ എവിടേക്കും കൊണ്ടുപോകണില്ല, അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് വെറുതെ ഇങ്ങനെ ആ ഒരു നൊസ്റ്റാൾജിയ കാണിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ, ഒരു സ്വാമി, മറ്റേത് മറിച്ചത്, എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്കത് ഫലിച്ചിട്ടില്ല. ആ സംഭവം ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും ഇവർ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതി അവൻ വട്ടായിട്ട് ഭ്രാന്ത പിടിച്ച് എവിടെയെങ്കിലും പോയി കാണാം, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എന്തിരുന്നാലും ഈ പടം മഹാബോറായിരുന്നു. നിറയെ ഒരംശം പോലും വിനീത് ശ്രീനിവാസൻ്റെ കഴിവ് ഇതിൽ ഉണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റില്ല.
ഇത് വിനീത് ശ്രീനിവാസൻ മൂവിയാണെന്നേ പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു മോശമായിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ പഴയ പടങ്ങളൊക്കെ എന്ത് രസമുള്ള സിനിമകളാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്ന സിനിമകളൊക്കെയാണ്. ഹൃദയമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. പലരും പറഞ്ഞു ഹൃദയമൊക്കെ ഭയങ്കര ക്ലീഷയാണ്. എന്നിരുന്നാലും വളരെ നന്നായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിൽ പ്രണവൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ വരുമ്പോൾ ഒരുമാതിരി ഈ കുറേ ഫേക്ക്നെസ് ആണ്. എന്താണ്, ഒരു ഭയങ്കര ഫേക്കായിട്ട് തോന്നുന്നു എല്ലാ കാര്യങ്ങളും. അതാണ് പ്രശ്നം. ചില സമയത്തൊക്കെ മോഹൻലാലിനെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്ന അതങ്ങനെ പറയിച്ച് ചെയ്യുന്ന പോലെ ഉണ്ട്. ഈ മോഹൻലാലിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ടുവരണം ചില സീൻസിലങ്ങ് അങ്ങനെ പറയിച്ച് ചെയ്യുന്ന ഒരു. പിന്നെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂതറ പാട്ടുകൾ വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ മോശമായിട്ടുള്ള പാട്ട്. കാരണം ഒരു നല്ല പാട്ട് പോലും അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു മെലഡിയസ് ആയിട്ടുള്ള ഒരു ക്യാച്ചി ആയിട്ടുള്ള നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമല്ലോ, ഒരു പാട്ട് പോലില്ല. ഈ ഈടായിട്ട് മലയാളത്തിൽ എത്ര പടങ്ങളിൽ എത്ര നല്ല നല്ല പാട്ടുകൾ ഇറങ്ങുന്ന സമയം, ആ സമയത്താണ് ഇതുപോലെ കൂതറ ഒരു പാട്ടുമായിട്ട് ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഒരു പാട്ട് പോലും നമുക്ക് അതിലൊന്നും ക്യാച്ചി നമ്പർ ആവട്ടെ ഒരു സാധനം, ഒരെണ്ണം പോലും. അപ്പോൾ എങ്ങനെയാണ് സിനിമ, അതും ഈ പടം മൊത്തം പാട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അതുപോലെ അവർ കെയർ ചെയ്തിട്ടില്ലെന്നാണ് അർത്ഥം. സത്യം പറഞ്ഞാൽ ഈ തിയേറ്ററിൽ കണ്ടവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ എൻ്റെ കൂപ്പ് കൈ. അപ്പോൾ എന്തായാലും ഇതൊരു റിവ്യൂ അല്ല, ഇത് എന്താ റോസ്റ്റ് വേണം വിളിച്ചോ, പക്ഷേ ഇതൊരു റിവ്യൂ അല്ല. ഇത് എനിക്ക് ഞാൻ സൈ ഇട്ടിട്ട് പറഞ്ഞു പോയതാണ് അതൊക്കെ.